9th സ്കൂൾ അടച്ചു പിന്നെ 2 മാസം പിന്നെ കാണാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഡേ ആയിട്ട് ഞങ്ങൾ ഒരു ബൈക്ക് റൈഡ് പോയി. അത് ഞാൻ ക്ലാസ്സിൽ ചെന്നില്ലായിരുന്നു. അപ്പം അത് വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് മിസ്സിംഗ് ആന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ നിന്ന് തന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞങ്ങളുടെ വീട്ടുകാരെല്ലാം വന്ന് അങ്ങനെ അങ്ങനെ എന്തൊരു പ്രൗഡ് മൂമെന്റ് ആണ് അവർ വീട്ടുകാരെ സംബന്ധിച്ച്. അവരുടെ ഒരു ഫാമിലിക്ക് കിട്ടിയ, സമൂഹത്തിൽ കിട്ടിയ ആ ഒരു അംഗീകാരം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒരു പെൺകുട്ടി തങ്ങളുടെ മകൾ സ്കൂൾ അടയ്ക്കുന്നതിന്റെ അവസാന ദിവസം മറ്റൊരു പഹയനുമായി ഒളിച്ചോടി പോകുന്നു, അല്ലെങ്കിൽ ബൈക്ക് റൈഡിന് പോകുന്നു. സ്കൂളിൽ നിന്ന് മിസ്സിംഗ് ആണെന്ന് പറയുന്നു. അതിനുശേഷം പോലീസ് ഇവരെ പിടിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. ഇതിൽ പരം ആ കുടുംബത്തിന് അഭിമാനം മറ്റെന്താണുള്ളത്? ഇത് മറ്റാരുടെയും കാര്യമല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം വൈറലായ, ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്ന, ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് സപ്പോർട്ടേഴ്സ്, നമുക്കറിയാം ഇത്തരം കണ്ണാപ്പി മാരേജിന് വലിയ രീതിയിലുള്ള പ്രോത്സാഹനമാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണാപ്പികളുടെ തന്നെ ദേശീയ ഗാനമായി അവർ തന്നെ തിരഞ്ഞെടുത്ത എല്ലോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂര് പട്ടന്തിന, ആ ഒരു സോങ് കൂടെ ആമ്പടി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ 7ലും 8ലും പഠിക്കുന്ന കണ്ണാപ്പികൾക്ക് പോലും കല്യാണം കഴിക്കാൻ തോന്നത്തക്ക രീതിയിലുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും. ഇത്തരം കണ്ണാപ്പികൾക്കും അതുപോലെ തന്നെ ഇത്തരം ഇന്റർവ്യൂസിനും ആകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ യുവതലമുറയ്ക്ക് കൊടുക്കുന്ന വലിയ വലിയ സന്ദേശങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സ്കൂൾ യൂണിഫോമിൽ ഒളിച്ചോടിയ ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഒളിച്ചോടിയപ്പോഴുണ്ടായ ആ ഒരു ഞെട്ടിക്കുന്ന ദുരനുഭവം എന്താണെന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ അവർ വെറൈറ്റി മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നതാണ്. അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആരെയും കരളലിയിപ്പിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എനിവേ അത് എന്താണെന്ന് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അങ്ങനെ പിന്നെ എന്നെ പിടിച്ചു 25 ദിവസം റിമാൻഡ് അയച്ചു. ഞാൻ മറ്റേ പറഞ്ഞില്ല, അവൻ വെറുതെ നാണം കണ്ടാന്ന് വെച്ചു. ഇപ്പൊ കുറെ കുറ്റങ്ങൾ ഇങ്ങനെ വന്നോണ്ടാ ഞാൻ പറയുന്നത്. റിമാൻഡ് ചെയ്തു 25 ദിവസത്തേക്ക്. ഞങ്ങൾ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയി. ഏജ് ഇല്ലല്ലോ, പിന്നെ 16 വയസ്സുള്ളായിരുന്നു. അപ്പൊ സ്കൂളിൽ നിന്ന് എടുത്ത പരാതി ആയതുകൊണ്ട് അത് കുഴപ്പമില്ല, അവിടെ വെച്ച് കോംപ്രമൈസ് ആക്കി പോയായിരുന്നു. പക്ഷെ അവളെ വീട്ടുകാര് സമ്മതിച്ചില്ല. ഇനി റിലേഷൻ തുടരാതിരിക്കാൻ വേണ്ടിട്ട് ഇതൊന്ന് അല്ല, എനിക്കൊരു പാഠം പഠിക്കട്ടെന്ന് പറഞ്ഞ് ചെയ്തു. അപ്പോ പൂജ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഞാൻ സ്റ്റേഷനിൽ എന്താ ഫീൽ ചെയ്തേ? ഞാൻ വിളിച്ചിട്ടാ വന്നേ. വലിയ ക്രൂരതയായി പോയി പോലീസുകാരെ കാണിച്ച്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെയും വിളിച്ചുകൊണ്ട് ഒളിച്ചോടാൻ പോയതായിരിക്കും, ബൈക്കിന് പെട്രോൾ തീർന്നതായിരിക്കും. എനിവേ വഴിയിലിട്ട് പോലീസ് പിടിക്കുന്നു. പോലീസ് പിടിച്ചോണ്ട് വന്ന് അതിനുശേഷം വീട്ടുകാരെ വിളിച്ച്, വീട്ടുകാരുടെ ആ ഒരു അന്നേരത്തെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഏതൊരു രക്ഷകർത്താവിനും പ്രൗഡ് മൂമെന്റ് തന്നെയാണ്, സംശയമില്ല. ആ രീതിയിലുള്ളൊരു മൊമെന്റ് ഉണ്ടാക്കി കൊടുത്ത ഒരു കാന്താരിയാണ് ഈ പെൺകുട്ടി. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കരയുന്നു. എനിക്ക് എന്റെ കണ്ണാപ്പി ചേട്ടന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് കരയുന്നു. 16 വയസ്സേ ഉള്ളെന്ന് പറയുന്നു. വയസ്സങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും പറയുന്നു. 16 വയസ്സുണ്ടെന്നും പറയുന്നു. +1 ഒളിച്ചോടിയെന്നും പറയുന്നു. ഒന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പെൺകുട്ടിയുടെ രക്ഷകർത്താക്കളുടെ ആ ഒരു അഭിമാനവും അന്തസ്സും ഇത്രയും അധികം ഉയർത്താൻ ഈ പെൺകുട്ടിക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ സാധിച്ചു എന്ന് പറയുന്നത് ചെറുതല്ല, ചെറിയ കാര്യമായിട്ട് തന്നെ കാണരുത്. ഇതുപോലുള്ള പെൺകുട്ടികളെ തീർച്ചയായും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അവരാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ല സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു വെറുതെ ഉള്ളൂ, കാരണം അപ്പം പക്ഷെ ഇങ്ങനെ വൈകുന്നോറും എനിക്ക് മനസ്സിലായി തുടങ്ങി. ഞാൻ വിചാരിച്ച ആൾക്കാരെ കൊണ്ട് ആർക്കും ജാമ്യം കിട്ടുമെന്ന്, പക്ഷെ പ്രശ്നമായത് ആ സമയത്ത് എന്താ തോന്നിയിട്ടുണ്ടായിരുന്നോ? തോന്നിയോ? ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ ഇങ്ങനെ സ്നേഹിച്ചതല്ലോ, അല്ല വേറെ അല്ല സെക്ഷലായിട്ട് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനൊന്നും ഇല്ല. അതായത് 2-3 സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഏജ് ഇല്ലാത്തതുകൊണ്ട് കിഡ്നാപ്പിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഇപ്പം ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർ കുറെ ഞങ്ങളിങ്ങനെ പറയുന്നത് എടുത്തിയായിട്ട് ചെയ്ത് ഞങ്ങൾ കുറെ ഇങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അല്ല, അതിനുശേഷം അപ്പൊ എങ്ങനെ പുറത്തിറങ്ങാനുള്ള ഹെൽപ്പ് ഒക്കെ ആര് ചെയ്തു? അല്ല, എന്റെ അച്ഛന്റെ ചേട്ടന്റെ അഡ്വക്കേറ്റാ. ചേട്ടന്റെ വഴി 25 ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടി.
വല്ലാത്തൊരവസ്ഥ തന്നെ. ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ഒരു കാമുകനും ഉണ്ടാവാതിരിക്കട്ടെ. അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ ഇതുപോലെ വിളിച്ചുകൊണ്ട് കറങ്ങാൻ പോകുന്നു, സ്കൂളിൽ നിന്ന് മിസ്സിംഗ് ആവുന്നു, അതിനുശേഷം പോലീസ് പിടിക്കുന്നു, കേസാവുന്നു, വീട്ടുകാരെ വിളിച്ചു വരുത്തുന്നു, വലിയ സീനാവുന്നു. അതിനുശേഷം ഇവന്റെ പേരിൽ FIR ഇടുന്നു. എന്തിനാണ്? ലൈംഗികമായി ഉപദ്രവിച്ചതിന്, ബലാത്സംഗം ചെയ്തതിന്, റേപ്പിന്, അതുപോലെ കിഡ്നാപ്പിങ്ങിന്. ഒടും ക്രൂരതയായി പോയി കാണിച്ചത്. ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് 1 or 2 വട്ടം ഇങ്ങനെ കറക്കാം. അതിനുശേഷം ഒന്നുകിൽ ഒരു ഒന്തിത്തൊടിയിൽ, അല്ലെങ്കിൽ ഒരു പൂജ്യംകൊട്ട് കളി, അങ്ങേ അറ്റം പോയാൽ ഒരു സാറ്റ് കളി. ഇത്രയും കളികൾ കളിച്ചതിന് ശേഷം എല്ലോളം തരി പൊന്നന്തിന ആ ഒരു പാട്ട് പാടിയതിനു ശേഷം ചെറിയൊരു റീൽസ് എടുത്തു കാണും. അതിൽ കൂടുതൽ ഇവർ എന്തായാലും ആ ഒരു ഒളിച്ചോട്ടത്തിൽ ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ ഈ ഒരു പഹയന്റെ മേളിൽ കെട്ടിവെച്ചത് അങ്ങേയറ്റത്തെ ക്രൂരതയായിപ്പോയി. ഇത്രയും കേസ് കെട്ടിവെച്ച ഈ ഒരു പഹയൻ 25 ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങി വന്നു. ഈ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിന് നല്ല രീതിയിലുള്ള നിയമ പരിരക്ഷ കിട്ടി. ഒരുപക്ഷെ അത് നന്നായെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാത്ത പക്ഷം ഇവൻ അവിടെ 2 വർഷം ജയിലിൽ കിടക്കുന്നു. ആ സമയത്ത് ഈ ഒരു പെങ്കൊച്ചിനെ വീട്ടുകാർ വേറൊരു കല്യാണം നടത്തിക്കുന്നു. അതിനുശേഷം ഈ പകയൻ പുറത്തിറങ്ങി വരുന്നു. അവനെ ചയച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനോടുള്ള പക പോക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് വലിയൊരു ദുരന്തത്തിലേക്ക് ഈ ഒരു പ്രണയം പോയില്ല എന്നുള്ളതാണ് ഏറെ സന്തോഷകരം. അവരാരും ചിന്തിക്കുന്നില്ലല്ലോ, പെട്ടെന്ന് ഞാൻ പറഞ്ഞ കേൾക്കൂല, എനിക്ക് ഏജില്ലാത്തോണ്ട്. അപ്പം എനിക്ക് തിരിച്ച് ദേഷ്യപ്പെട്ടോണ്ട് ഒരു വോയിസ് ഒക്കെ ഇട്ട്, എന്താ നീ എന്റെ വീട്ടുകാരെ കൊണ്ട് നിർത്തിക്കൊടുത്തില്ലേ, ഇപ്പൊ ജയിലില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴേ ഞാൻ അറിഞ്ഞ ജയിലിലാന്നൊക്കെ. ഇനി എന്നിറങ്ങുന്നൊന്നും അറിയത്തില്ല, വീട്ടുകാരെല്ലാം ഭയങ്കര ഡൗൺ ആയിരിക്കോ, അല്ലെങ്കിൽ ശ്രമിക്കോ, ജയിലിൽ നിറക്കാൻ വേണ്ടി ശ്രമിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ച് വോയിസ് ഇട്ട് അവനോട് പറയണം ഞാൻ കാത്തിരിക്കുന്നു എത്ര നാളായാലും എന്ന് പറയണേന്ന് പറഞ്ഞു. അത് മാത്രം വോയിസ് ഇട്ട്. അപ്പം അതിന് മുമ്പും ഇവൻ സെല്ലിൽ കിടന്ന ടൈമിൽ ഞാൻ സ്റ്റേഷനിൽ നിന്നപ്പോഴും ഞാൻ ഇവനോട് പറഞ്ഞായിരുന്നു, എത്ര നാളായാലും കുഴപ്പമില്ല, ഞാൻ പ്രശ്നങ്ങളായില്ല. അപ്പൊ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, എന്ത് വന്നാലും മുന്നോട്ട് തന്നെ പോകും, എത്ര ആളോടും കാത്തിരിക്കും. ആ ഒരു ഇതിലായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയായിരുന്നു. കാരണം ആദ്യം അച്ഛനൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതിനുശേഷം ഞങ്ങൾ അങ്ങനെ പറയാം, എന്ത് വന്നാലും കൂടെ തന്നെ കാണും. അങ്ങനെ ആ ഒരു വിശ്വാസത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഞാൻ എന്തോന്നാലും ഇവിടെ തന്നെ കൊണ്ടുപോകും, ആ ഒരു സെറ്റപ്പിലായിരുന്നു. ഒരുപക്ഷെ സാധാരണ ഒരു കണ്ണാപ്പി പ്രണയം പോലെ നമ്മൾ ഇതിനെ എഴുതിത്തള്ളാൻ പാടില്ല. ഒരുപക്ഷെ മൊയ്തീൻ കാഞ്ചനമാല പ്രണയത്തെക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന, നാളെ ഒരുപക്ഷെ സിനിമാ കഥ പോലും ആവാൻ സാധ്യതയുള്ള ഒരു പ്രണയമാണ്. അത്രയും അധികം ത്യാഗോജ്ജലമായ ഒരു പ്രണയമാണ് ഇവരുടെ എന്നാണ് ഇവരുടെ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഒരു പരിധിവരെ ഈ ഒരു പ്രണയം ദുരന്തമാവാതെ വിജയിക്കാൻ ഈ ഒരു പെൺകുട്ടിയുടെ ആ ഒരു സ്റ്റാൻഡ് കൊണ്ട്, അതായത് വീട്ടുകാരെ ഇത്രയും അധികം അവമാനിച്ചെങ്കിലും പെൺകുട്ടിയുടെ ആ സ്റ്റാൻഡ് കൊണ്ട് തന്റെ ജീവിതം നഷ്ടമായില്ല. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരാറുള്ള ആസിഡ് അറ്റാക്കോ കത്തിക്കുത്തിലോട്ടൊക്കെ പോകേണ്ടിയിരുന്നത് അത്തരം ദുരന്തങ്ങളിലേക്കൊന്നും ഈ ഒരു സംഭവം കൊണ്ട് എത്തിക്കാത്തത് ആ ഒരു പെണ്ണിന്റെ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ്. ഭാവിയിൽ ഇനി എന്താവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയത്തില്ല, അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. ഞാൻ രാവിലെ വിളിച്ചു, അപ്പൊ വരാന്ന് പറഞ്ഞ് ബൈക്കിനകത്ത് വന്നു. ഞാനപ്പം യൂണിഫോം മാത്രം എടുത്ത്, ബുക്സ് ഒക്കെ ഉണ്ടോ? ഇല്ല, ഹോസ്റ്റലിൽ എടുക്കണം, അതുകൊണ്ട് യൂണിഫോം മാത്രം എടുത്തോളാം. പ്ലസ് ടുവിന് പോയി അഥവാ അവിടെ പഠിക്കണ്ടെങ്കിൽ. അതാണ് അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയെ ഈ വിഷയത്തിനൊക്കെ ശേഷം അമ്മാമ്മയുടെ വീട്ടിലാക്കുന്നു. അമ്മാമ്മയുടെ വീട്ടിൽ നിന്നും രാവിലെ 11 മണിക്ക് സ്കൂൾ യൂണിഫോമിൽ, സ്കൂളിന് വലിയ രീതിയിലുള്ള ഒരു അഭിമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയായിരിക്കും സ്കൂൾ യൂണിഫോമായി ഒളിച്ചോടിയത്. അങ്ങനെ സ്കൂൾ യൂണിഫോം മാത്രം എടുത്തുകൊണ്ട് അമ്മാമ്മയുടെ വീട്ടിൽ നിന്നും ബൈക്കിൽ കയറി ഒളിച്ചോടി തങ്ങളുടെ ആഗ്രഹം സാഫല്യം പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അഭിമാനം ഈ രീതിയിൽ പല ഘട്ടങ്ങളായി ഈ രീതിയിൽ അഭിമാനം വർദ്ധിപ്പിച്ചു കൊടുത്ത ഈ ഒരു പെൺകുട്ടിയെ മറ്റു കുട്ടികളും മാതൃകയാക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടും ഈ പെൺകുട്ടിയെ 100% നമുക്ക് അഭിനന്ദിക്കാം. അത്തരം കാര്യങ്ങൾ തന്നെയാണ് വീട്ടുകാർക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു കണ്ണാപ്പി പ്രണയം പോലെ കാണാതെ, ഒരുപക്ഷെ താജ്മഹലിന്റെ മുംതാസിന്റെയും മറ്റേ ഷാജഹാന്റെയും പ്രണയം പോലെ, കാഞ്ചനമാല മൊയ്തീൻ പ്രണയം പോലെ ഒരു പ്രണയമായി കണ്ട് ഇവരെ അംഗീകരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ, ഇത്രയും അധികം ദുരന്തങ്ങൾ അഭിനയിച്ച ഈ ഒരു പഹയനെ, ഈ പറഞ്ഞ പൂജ എന്ന് പറയുന്ന ഓളയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വെറൈറ്റി മീഡിയ കാണിച്ചത് വലിയ സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.